പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ 4ാമത്തെ ക്ലാസ് ആരംഭിക്കുകയാണ്. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ഗ്യാസ് ലിക്വിഡ് സൊല്യൂഷൻ്റെ സോല്യൂബിലിറ്റിയെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ? ആദ്യത്തെ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ട് മുൻപത്തെ ക്ലാസ്സിൽ അവിടെ എന്തൊക്കെയാണ് സോല്യൂബിലിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, എന്താണ് ഹെൻറീസ് ലോ, എന്തൊക്കെയാണ് അതിൻ്റെ അപ്ലിക്കേഷൻ, ഹെൻറീസ് ലോയുടെ അപ്ലിക്കേഷൻ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വാപ്പർ പ്രഷറിനെ കുറിച്ചാണ്. എന്താണ് വാപ്പർ പ്രഷർ ഓഫ് എ ലിക്വിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ +1 ക്ലാസ്സുകളിൽ പഠിച്ച ഒരു കാര്യം തന്നെയാണ് വാപ്പർ പ്രഷർ എന്ന് പറയുന്നത്. നമ്മൾ ഇപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തു, അതിനെ ഒരു 2 ദിവസം അതുപോലെ തന്നെ വെച്ച് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? എന്ത് മാറ്റമാണ് അവിടെ ഉണ്ടാവുക? അതിലുള്ള വാട്ടർ കംപ്ലീറ്റ് എന്ത് ചെയ്തു പോകും? വാപ്പറൈസ് ചെയ്തു പോകും അല്ലേ? കാരണം നമുക്കെല്ലാവർക്കും അറിയാം, വാട്ടർ എന്ന് പറയുന്നത് ഒരു വോളട്ടൈൽ സബ്സ്റ്റൻസ് ആണ്. അത് വെറുതെ വെച്ചിരുന്നാൽ തന്നെ എന്ത് ചെയ്യുന്നു? വാപ്പറൈസ് ചെയ്തു പോകാനുള്ള ടെൻഡൻസി ഉണ്ടായിരിക്കും. എന്നാൽ ഈ വെസലിനെ നന്നായിട്ട് ക്ലോസ് ചെയ്തിട്ടാണ് വെച്ചിരുന്നതെങ്കിൽ അങ്ങനെ ഒരു മാറ്റം ഉണ്ടാവുമോ? വാപ്പറൈസേഷൻ അവിടെ നടക്കും, അത് ഉറപ്പാണ്, വാപ്പറൈസേഷൻ നടക്കും. എന്നാൽ ഈ വെസൽ നന്നായി ക്ലോസ് ചെയ്ത് വെച്ചതുകൊണ്ട് വാപ്പറൈസ് ചെയ്തു പോയ വാപ്പേഴ്സ് ഈ വെസലിൻ്റെ അടപ്പിൽ തട്ടിയിട്ട് എന്ത് ചെയ്യുന്നു? കണ്ടൻസ് ചെയ്യുന്നു അല്ലേ? കണ്ടൻസ് ചെയ്തത് വീണ്ടും ലിക്വിഡ് ഫോമിലേക്ക് മാറി എന്ത് ചെയ്യുന്നു? തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരുന്നു. ചെറിയ രീതിയിൽ മാത്രമേ വാപ്പേഴ്സ് പുറത്തേക്ക് എസ്കേപ്പ് ആവാൻ, നല്ല വെൽ ക്ലോസ്ഡ് ആണെങ്കിൽ അതിനെന്ത് ചെയ്യാൻ പറ്റില്ല, പുറത്തേക്ക് എസ്കേപ്പ് ചെയ്യാൻ കഴിയില്ല. അതായത് ഇവിടെ വാപ്പറൈസേഷനും കണ്ടൻസേഷനും ഒരേ സമയം നടക്കുന്നു അല്ലേ? അങ്ങനെ വാപ്പർ ഫേസും ലിക്വിഡ് ഫേസും അല്ലെങ്കിൽ വാപ്പറൈസേഷനും കണ്ടൻസേഷനും ഒരു ഇക്വലിബ്രിയത്തിലെത്തുന്നു. ഈ ഇക്വലിബ്രിയം കണ്ടീഷനിൽ വാട്ടറിൽ നിന്ന് വാപ്പറൈസ് ചെയ്ത വാപ്പേഴ്സ് ഈ വാട്ടറിൻ്റെ, ലിക്വിഡ് ഫോമിലുള്ള വാട്ടറിൻ്റെ സർഫസിലേക്ക് അപ്ലൈ ചെയ്യുന്ന പ്രഷറിന് പറയുന്ന പേരാണ് വാപ്പർ പ്രഷർ. അപ്പോൾ എന്താണ് വാപ്പർ പ്രഷർ എന്ന് പറയാൻ പറ്റുമോ? വാപ്പർ പ്രഷർ ഈസ് ദ പ്രഷർ എക്സേർട്ടഡ് ബൈ ദ വാപ്പേഴ്സ് എബോവ് ദ ലിക്വിഡ് സർഫസ് ഇൻ ഇക്വലിബ്രിയം അറ്റ് എ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ അല്ലേ? ഒരു ഇക്വലിബ്രിയം കണ്ടീഷനിൽ വാപ്പർ ഫേസും ലിക്വിഡ് ഫേസും ഇക്വലിബ്രിയത്തിൽ എത്തുന്ന ഒരു സ്റ്റേറ്റിൽ ആ വാപ്പേഴ്സ് ആ ലിക്വിഡിൻ്റെ സർഫസിലേക്ക് അപ്ലൈ ചെയ്യുന്ന പ്രഷറിനെ നമ്മൾ പറയുന്ന പേരാണ് വാപ്പർ പ്രഷർ. ഇനി ഈ വെസലിലേക്ക് നമ്മൾ കുറച്ച് എത്തനോൾ കൂടെ ആഡ് ചെയ്തു എന്ന് വിചാരിക്കുക. എത്തനോൾ എന്ന് പറയുമ്പോൾ അതും ലിക്വിഡ് ഫോമിലാണ്, അതും വോളട്ടൈൽ സബ്സ്റ്റൻസ് ആണ്. നമ്മൾ എത്തനോളും വാട്ടറും കൂടെ എടുത്ത ഒരു സൊല്യൂഷൻ, എത്തനോളും വാട്ടറും കൂടെ മിക്സ് ചെയ്ത ഒരു സൊല്യൂഷനാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള വെസലിലുള്ളതെന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാകുമ്പോൾ അവിടുത്തെ വാപ്പർ പ്രഷർ എന്തായിരിക്കും? അവിടെ എത്തനോളും വാപ്പറൈസ് ചെയ്യുന്നുണ്ട്, വാട്ടറും വാപ്പറൈസ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ രണ്ടിൻ്റെയും വാപ്പേഴ്സ് ഈ ലിക്വിഡിൻ്റെ സർഫസിൽ നിൽക്കുന്നുണ്ടായിരിക്കും. ആ 2 കോമ്പണൻറ്റിൻ്റെ വാപ്പേഴ്സും ഒരു പ്രഷർ താഴേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ഇവിടെ ടോട്ടൽ വാപ്പർ പ്രഷർ എന്ന് പറയുന്നത് പാർഷ്യൽ വാപ്പർ പ്രഷർ ഓഫ് എത്തനോൾ പ്ലസ് പാർഷ്യൽ വാപ്പർ പ്രഷർ ഓഫ് വാട്ടർ ആയിരിക്കും. ആണല്ലോ? അതിലാർക്കെങ്കിലും സംശയമുണ്ടോ? കാരണം 2 കോമ്പണൻറ്റും വാട്ടറും എത്തനോളും വാപ്പറൈസ് ചെയ്യും, 2ൻ്റെ വാപ്പേഴ്സും അവിടെ ആ സർഫസിൽ നിൽക്കുന്നുണ്ടായിരിക്കും. ആ 2 വാപ്പേഴ്സും എന്ത് ചെയ്യും? താഴേക്കൊരു പ്രഷർ എക്സേർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് കൺസിഡർ എ ബൈനറി സൊല്യൂഷൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ എത്തനോളും വാട്ടറും തന്നെ എടുക്കാം. ഓക്കെ, അവിടെ രണ്ടും കണ്ടെയ്നിങ് വോളട്ടൈൽ കോമ്പണൻസ്. ഓക്കെ, വിച്ച് ഈസ് ടേക്കൺ ഇൻ എ ക്ലോസ്ഡ് വെസൽ. അപ്പോൾ നമ്മളൊരു ക്ലോസ്ഡ് വെസലിൽ വോളട്ടൈൽ കമ്പോണൻസ് ആയ 2 കോമ്പണൻസുകൾ മിക്സ് ചെയ്തൊരു സൊല്യൂഷൻ എടുത്തിരിക്കുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുക? അവിടുത്തെ വാപ്പർ ഫേസും ലിക്വിഡ് ഫേസും കൂടെ ഒരു ഇക്വലിബ്രിയത്തിൽ എത്തുന്ന കണ്ടീഷനിലെത്തും. കാരണം രണ്ടും കൂടെ അങ്ങനെ വാപ്പറൈസ് ചെയ്യാണ്, വെസൽ ക്ലോസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ആ വാപ്പേഴ്സ് മുകളിൽ പോയിട്ട് കണ്ടൻസ് ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ കണ്ടൻസേഷനും വാപ്പറൈസേഷനും ഒരേ സമയം നടക്കുന്ന ഒരു ഇക്വലിബ്രിയത്തിലെത്തുന്ന ഒരു കണ്ടീഷനിലേക്ക് വരുന്നു അല്ലേ? അവിടെ അപ്പോൾ എന്ത് ചെയ്യുന്നു? ഈ വാപ്പേഴ്സ് ഒരു വാപ്പർ പ്രഷർ താഴേക്ക് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ ഈ വാപ്പർ പ്രഷർ എന്ന് പറയുന്നത് എത്തനോളും വാട്ടറും കൂടെ, എത്തനോളിൻ്റെയും വാട്ടറിൻ്റെയും വാപ്പർ പ്രഷറാണ്.
നമുക്കതിൻ്റെ ടോട്ടൽ വാപ്പർ പ്രഷർ, ഇഫ് ദ ടോട്ടൽ വാപ്പർ പ്രഷർ ബി പി ടോട്ടൽ വാപ്പർ പ്രഷറിനെ നമുക്ക് പി ടോട്ടൽ ആയിട്ട് എടുത്താൽ പാർഷ്യൽ വാപ്പർ പ്രഷർ ഓഫ് 2 കോമ്പണൻസ്, അവിടെ 2 കോമ്പണൻസ് ഉണ്ട്, ജസ്റ്റ് നമുക്ക് കോമ്പണൻറ്റ് 1 ആയിട്ട് വാട്ടറിനെ എടുക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ കോമ്പണൻറ്റ് 1ൻ്റെ പാർഷ്യൽ വാപ്പർ പ്രഷർ P1ഉം കോമ്പണൻറ്റ് 2ൻ്റെ അതായത് എത്തനോളിൻ്റെ വാപ്പർ പ്രഷർ P2ഉം, അവ രണ്ടിൻ്റെയും മോൾ ഫ്രാക്ഷൻ, കോമ്പണൻറ്റ് 1ൻ്റെയും 2ൻ്റെയും മോൾ ഫ്രാക്ഷൻ നമ്മൾ Chi1 ആൻഡ് Chi2 എന്നും എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു റിലേഷൻ പഠിക്കാനുണ്ട്. പാർഷ്യൽ പ്രഷറും മോൾ ഫ്രാക്ഷനും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. ആ റിലേഷൻഷിപ്പിന് പറയുന്ന പേരാണ് റൗൾസ് ലോ. എന്താണ് റൗൾസ് ലോ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് ശ്രദ്ധിക്കുക. എന്താണ് റൗൾസ് ലോ പറയുന്നത്? റൗൾസ് ലോ, the partial vapor pressure of each component in the solution is directly proportional to mole fraction of it in the solution. അങ്ങനെ പറഞ്ഞാൽ എന്താ? ഒരു കോമ്പണൻറ്റിൻ്റെ പാർഷ്യൽ വാപ്പർ പ്രഷർ, ഒരു കോമ്പണൻറ്റിൽ ഒരു സൊല്യൂഷനിലുള്ള പാർഷ്യൽ വാപ്പർ പ്രഷർ എന്ന് പറയുന്നത് ആ കോമ്പണൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. ഇപ്പം നമ്മൾ വാട്ടറും എത്തനോളും ഉള്ള ഒരു സൊല്യൂഷൻ എടുത്തു. ആ സൊല്യൂഷനിൽ വാട്ടറിൻ്റെ പാർഷ്യൽ വാപ്പർ പ്രഷർ എന്ന് പറയുന്നത് ആ സൊല്യൂഷനിലുള്ള വാട്ടറിൻ്റെ മോൾ ഫ്രാക്ഷന് പ്രപ്പോർഷണലാണ്. വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ വാട്ടറിൻ്റെ മോൾ ഫ്രാക്ഷൻ ആ സൊല്യൂഷനിൽ കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ വാപ്പർ പ്രഷറും എന്ത് ചെയ്യുന്നു? കൂടുന്നു. എത്തനോൾ ആണെങ്കിൽ, കോമ്പണൻറ്റ് 2 ആണെങ്കിൽ അതിൻ്റെ എത്തനോളിൻ്റെ കണ്ടൻറ്റ് അല്ലെങ്കിൽ എത്തനോളിൻ്റെ കോൺസെൻട്രേഷൻ, എത്തനോളിൻ്റെ മോൾ ഫ്രാക്ഷൻ കൂടുന്നതിനനുസരിച്ച് എത്തനോളിൻ്റെ പാർഷ്യൽ വാപ്പർ പ്രഷറും കൂടുന്നു എന്നാണ് റൗൾസ് ലോ പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ പാർഷ്യൽ വാപ്പർ പ്രഷർ ഓഫ് കോമ്പണൻറ്റ് 1 P1 എന്ന് എടുത്തു കഴിഞ്ഞാൽ P1 ഈസ് പ്രപ്പോർഷണൽ ടു Chi1. പാർഷ്യൽ വാപ്പർ പ്രഷർ ഓഫ് കോമ്പണൻറ്റ് 1 ഈസ് പ്രപ്പോർഷണൽ ടു ഇറ്റ്സ് മോൾ ഫ്രാക്ഷൻ Chi1. ആൻഡ് പാർഷ്യൽ വാപ്പർ പ്രഷർ ഓഫ് കോമ്പണൻറ്റ് 2 P2 ഈസ് പ്രപ്പോർഷണൽ ടു ഇറ്റ്സ് മോൾ ഫ്രാക്ഷൻ Chi2. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ പ്രപ്പോർഷണാലിറ്റി സിമ്പൽ ഒന്ന് മാറ്റി നോക്കാം. P1 ഈസ് ഈക്വൽ ടു P01 ഇൻറ്റു Chi1. എന്താണ് P01 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? P01 ഈസ് ദ വാപ്പർ പ്രഷർ ഓഫ് പ്യുവർ കോമ്പണൻറ്റ് 1. അതായത് വാട്ടറിലേക്ക് എത്തനോൾ ആഡ് ചെയ്യുന്നതിന് മുമ്പ് വാട്ടർ മാത്രമായിരുന്ന സമയത്ത്, പ്യുവർ വാട്ടർ മാത്രമായിരുന്ന സമയത്ത് ആ വാട്ടറിൻ്റെ വാപ്പർ പ്രഷറിനെയാണ് നമ്മൾ P01 എന്ന് പറയുന്നത്. എത്തനോൾ ആഡ് ചെയ്യുന്നതിന് മുമ്പ്, സൊല്യൂഷൻ ആക്കുന്നതിന് മുമ്പ് വാട്ടർ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വാട്ടറിൻ്റെ വാപ്പർ പ്രഷർ എത്രയായിരുന്നു? അതാണ് വാപ്പർ പ്രഷർ ഓഫ് പ്യുവർ കോമ്പണൻറ്റ് 1 P01. ഇനി P2 ഈസ് ഈക്വൽ ടു P02 ഇൻറ്റു Chi2. അപ്പോൾ എന്തായിരിക്കും? പ്യുവർ എത്തനോളിൻ്റെ അല്ലെങ്കിൽ പ്യുവർ കോമ്പണൻറ്റ് 2ൻ്റെ വാപ്പർ പ്രഷറാണ് P02. അപ്പോൾ ഇതാണ് റൗൾസ് ലോ പറയുന്നത്. P1 ഈസ് ഈക്വൽ ടു P01 ഇൻറ്റു Chi1 ആൻഡ് P2 ഈസ് ഈക്വൽ ടു P02 ഇൻറ്റു Chi2. ഓക്കെ, ഇനി നിങ്ങളെല്ലാവരും ഡാൾട്ടൺസ് ലോ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഡാൾട്ടൺസ് ലോയിൽ പറയുന്നത്? ടോട്ടൽ പ്രഷർ ഈസ് ഈക്വൽ ടു സം ഓഫ് ദ പാർഷ്യൽ പ്രഷർ ഓഫ് ഈച്ച് കോമ്പണൻസ് എന്നാണ് പറയുന്നത്, അല്ലേ? അപ്പോൾ ഇവിടെ 2 കോമ്പണൻസ് ആണുള്ളത്, കോമ്പണൻറ്റ് 1 ആൻഡ് 2. അതിൻ്റെ രണ്ടിൻ്റെയും പാർഷ്യൽ പ്രഷർ അവിടെയുണ്ട്. അപ്പോൾ നമുക്ക് ടോട്ടൽ പ്രഷർ P ടോട്ടൽ ഈസ് ഈക്വൽ ടു പാർഷ്യൽ പ്രഷർ ഓഫ് കോമ്പണൻറ്റ് 1 P1 പ്ലസ് P2, അല്ലേ? അപ്പോൾ നമുക്ക് അക്കോർഡിംഗ് ടു റൗൾസ് ലോ നമ്മൾ പഠിച്ചു P1 ഈസ് ഈക്വൽ ടു P01 ഇൻറ്റു Chi1 എന്ന് പഠിച്ചു. P2 ഈസ് ഈക്വൽ ടു P02 ഇൻറ്റു Chi2 എന്നും പഠിച്ചു, അല്ലേ? നമുക്കത് അപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് വരും? P ടോട്ടൽ ഈസ് ഈക്വൽ ടു P01 ഇൻറ്റു Chi1 പ്ലസ് P02 ഇൻറ്റു Chi2 ആണല്ലോ, അല്ലേ? അപ്പോൾ നമ്മളൊരു സൊല്യൂഷൻ്റെ ടോട്ടൽ വാപ്പർ പ്രഷർ എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്തു. ടോട്ടൽ വാപ്പർ പ്രഷർ P ടോട്ടൽ ഈസ് ഈക്വൽ ടു P01 ഇൻറ്റു Chi1 ഇൻറ്റു പ്ലസ് P02 ഇൻറ്റു Chi2. ഓക്കെ, ഇനി നമുക്ക് റോൾസ് ലോയുടെ ഗ്രാഫ് പഠിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് ശ്രദ്ധിക്കുക. എന്താണ് ഈ ഗ്രാഫിൽ പറയുന്നത്? നമ്മൾ ഇവിടെ Y ആക്സിസിൽ വാപ്പർ പ്രഷറും X ആക്സിസിൽ മോൾ ഫ്രാക്ഷനുമാണ് എടുത്തത്. മോൾ ഫ്രാക്ഷൻ ആൻഡ് വാപ്പർ പ്രഷർ ആണല്ലോ. ഇനി നമുക്ക് നോക്കാം, ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും ലെഫ്റ്റ് സൈഡിലായിട്ട്
കൈ1 ഈസ് ഈക്വൽ ടു 1 ആൻഡ് കൈ2 ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുത്തിട്ടുണ്ട്. കൈ1 ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ കോമ്പണൻറ്റ് 1ൻ്റെ കോൺസെൻട്രേഷൻ മാത്രമേ പറയുന്നുള്ളൂ. കോമ്പണൻറ്റ് 2 0 ആണ്. കൈ2 ഈസ് ഈക്വൽ ടു 0. മോൾ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കോമ്പണൻറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ ഫസ്റ്റ് കോമ്പണൻറ്റ് മാത്രമേ ഉള്ളൂ. സെക്കൻഡ് കോമ്പണൻറ്റ് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്തിട്ടില്ല. എത്തനോൾ ആഡ് ചെയ്തിട്ടില്ല. അവിടെ എന്ത് മാത്രമേ ഉള്ളൂ? വാട്ടർ മാത്രമേ ഉള്ളൂ. ഓക്കെ, ആ സ്റ്റേറ്റിൽ അവിടുത്തെ വാപ്പർ പ്രഷർ എന്ന് പറയുന്നത് ആരുടെ വാപ്പർ പ്രഷർ ആയിരിക്കും? പ്യുവർ വാട്ടറിൻ്റെ വാപ്പർ പ്രഷർ ആയിരിക്കും അവിടെ ഉണ്ടാവുക, ആണല്ലോ. അപ്പോൾ ഇവിടെ നേരെ കറസ്പോണ്ടിങ് വാപ്പർ പ്രഷർ നമുക്ക് y ആക്സിസിൽ നോക്കാം. എന്താണ്? P01. നമ്മൾ നേരത്തെ പഠിച്ചു എന്താണ് P01 എന്ന് പറഞ്ഞാൽ. P01 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാപ്പർ പ്രഷർ ഓഫ് പ്യുവർ കോമ്പണൻറ്റ് 1, അല്ലേ? വാട്ടറിൻ്റെ വാപ്പർ പ്രഷർ, പ്യുവർ വാട്ടറിൻ്റെ വാപ്പർ പ്രഷറാണ്. അപ്പോൾ ഇവിടെ കൈ1 ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കോമ്പണൻറ്റ് 1 മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് അവിടുത്തെ കറസ്പോണ്ടിങ് വാപ്പർ പ്രഷർ P01, അല്ലേ? ഇനി ഇപ്പോൾ P01 ആണ് അവിടുത്തെ വാപ്പർ പ്രഷർ എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഇവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകും തോറും എന്താണ്, കൈ1 കുറഞ്ഞു വരുന്നു. കൈ1 കുറഞ്ഞ് ഈ റൈറ്റ് സൈഡിലെത്തുമ്പോൾ കൈ1 0 ആകുന്നു. എന്നാൽ കൈ2 0യിൽ നിന്ന് കൂടി കൈ2 ഈസ് ഈക്വൽ ടു 1 ആകുന്നു, അല്ലേ? എന്താ അതിന് കാരണം? നമ്മൾ പഠിച്ചു ഒരു സൊല്യൂഷനിലെ ടോട്ടൽ മോൾ ഫ്രാക്ഷൻ ഈസ് ഓൾവേസ് ഈക്വൽ ടു 1, അല്ലേ? ടോട്ടൽ മോൾ ഫ്രാക്ഷൻ ഓഫ് എ സൊല്യൂഷൻ ഈസ് ഓൾവേസ് ഈക്വൽ ടു 1 എന്ന് പഠിച്ചു. അതായത് കൈ1 പ്ലസ് കൈ2 ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ഇവിടുന്ന് കൈ1 1ൽ നിന്ന് കുറഞ്ഞ് 0 ആകുമ്പോൾ കൈ2 0യിൽ നിന്ന് കൂടി വരുന്നു. ഓക്കെ, അപ്പോൾ കൈ2 ഇവിടെ കൂടി വരുമ്പോൾ നമുക്ക് നോക്കാം. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകും തോറും കൈ2 കൂടി വരുന്നു. കൈ2വിൻ്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് നമ്മൾ റോൾസ് ലോ പഠിച്ചിട്ടുണ്ട്, P2 ഈസ് പ്രപ്പോർഷണൽ ടു കൈ2. അപ്പോൾ കൈ2 കൂടുന്നതിനനുസരിച്ച് എന്തും കൂടും? P2 കൂടും. പാർഷ്യൽ പ്രഷർ ഓഫ് കോമ്പണൻറ്റ് 2 കൂടും, അല്ലേ? അപ്പോൾ ഇവിടെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്നതോറും കൈ2 കൂടുന്നു. അതിനനുസരിച്ച് ഇതാ P2വും കൂടി പോകുന്നു. നിങ്ങൾക്ക് ആ ലൈന് കാണാൻ പറ്റും. ആ ലൈൻ മുകളിലേക്ക് തന്നെയാണ് പോകുന്നത്. P2 ഈസ് ഈക്വൽ ടു P02 ഇൻറ്റു കൈ2 എന്ന് പറയുന്ന ഗ്രാഫാണത്, അല്ലേ? അതെന്ത് ചെയ്യുന്നത്? മുകളിൽ പോയിട്ട് അവിടെ P02 എന്ന് പറയുന്ന അവിടെ പോയിട്ട് ജോയിൻ ചെയ്യുന്നു. P02ന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് ആക്സിസിൽ എന്താ ഉള്ളത്? കൈ1 ഈസ് ഈക്വൽ ടു 0, കൈ2 ഈസ് ഈക്വൽ ടു 1. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? അവിടെ കൈ2 മാത്രമേ ഉള്ളൂ, എത്തനോൾ മാത്രമേ ഉള്ളൂ. നമ്മൾ വാട്ടർ അതിലേക്ക് ആഡ് ചെയ്തിട്ടില്ല. അങ്ങനെ കൈ2 ഈസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന സ്റ്റേറ്റിൽ എന്ത് മാത്രമേ ഉള്ളൂ? എത്തനോൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് പ്രഷർ P02. എന്താണ് P02 എന്ന് പറഞ്ഞാൽ? വാപ്പർ പ്രഷർ ഓഫ് പ്യുവർ എത്തനോൾ, അല്ലേ? അപ്പോൾ കൈ1 ഈസ് ഈക്വൽ ടു 0, കൈ2 ഈസ് ഈക്വൽ ടു 1 എന്ന് പറയുന്നിടത്ത് കൈ2, അതായത് സെക്കൻഡ് കോമ്പണൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടുത്തെ വാപ്പർ പ്രഷർ എന്ന് പറയുന്നത് ആരുടെ വാപ്പർ പ്രഷർ മാത്രമായിരിക്കും? സെക്കൻഡ് കോമ്പണൻറ്റ്, പ്യുവർ സെക്കൻഡ് കോമ്പണൻറ്റിൻ്റെ വാപ്പർ പ്രഷർ ആയിരിക്കും. അതാണ് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് P02 എന്ന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വരും തോറും ഇവിടെ നോക്കാം. ഏറ്റവും റൈറ്റ് സൈഡിലായിട്ട് കൊടുത്തിരിക്കുന്നത് കൈ1 ഈസ് ഈക്വൽ ടു 0, കൈ2 ഈസ് ഈക്വൽ ടു 1 എന്നാണ്. അപ്പോൾ കൈ1 ഈസ് ഈക്വൽ ടു 0യിൽ നിന്ന് നമ്മൾ ലെഫ്റ്റിലേക്ക് വരും തോറും എന്താ സംഭവിക്കുന്നത്? കൈ1ൻ്റെ വാല്യൂ കൂടി വരുന്നു, അല്ലേ? കൈ1ൻ്റെ വാല്യൂ കൂടി വന്ന് ഈ ലെഫ്റ്റ് സൈഡിലെത്തുമ്പോൾ കൈ1 ഈസ് ഈക്വൽ ടു 1 എന്നായി മാറുന്നു, അല്ലേ? ആണല്ലോ. അപ്പോൾ ഇവിടെ കൈ1 ഈസ് ഈക്വൽ ടു 0യിൽ നിന്ന് എന്ത് ചെയ്യുന്നു? നമ്മൾ ഇങ്ങോട്ട് വരും തോറും അത് കൂടി വരുന്നു. അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? P1ൻ്റെ വാല്യൂ കൂടും അക്കോർഡിംഗ് ടു റോൾസ് ലോ, അല്ലേ? P1 ഈസ് പ്രപ്പോർഷണൽ ടു കൈ1. അപ്പോൾ അങ്ങനെ കൂടി പോയി ഇവിടെ P01ൽ പോയിട്ട് മാക്സിമം പ്രഷർ P01ൽ വന്ന് നിൽക്കുന്നു. ആ P01ന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് ആക്സിസിൽ എന്താ നിങ്ങൾക്ക് കാണാൻ പറ്റുക? എന്താണ് എക്സ് ആക്സിസിൽ കാണുന്നത്? P01 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാപ്പർ പ്രഷർ ഓഫ് പ്യുവർ കോമ്പണൻറ്റ് 1 ആണ്. എക്സ് ആക്സിസിൽ കാണുന്നത് എന്താണ്? കൈ1 ഈസ് ഈക്വൽ ടു 1, കൈ2 ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ഇനി നമുക്കിവിടെ നോക്കാം. P02 അതുപോലെ P01. P02 കുറച്ച് കൂടുതലാണ്, P01 കുറച്ച് കുറവാണ്. P02 അല്ലേ കുറച്ച് കൂടി നിൽക്കുന്നത്. എന്താണ് അതിന് കാരണം? അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ എന്താണ്? ഇവിടെ കോമ്പണൻറ്റ് 2ന് കുറച്ച് വോളട്ടൈൽ ക്യാരക്ടർ കൂടുതലാണ്.
അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് തന്നെ ജസ്റ്റ് എക്സാമ്പിളായിട്ട് എടുത്തിരിക്കുന്നത് എത്തനോളും വാട്ടറുമാണ്. അപ്പോൾ എത്തനോളിന് വാട്ടറിനെ കമ്പയർ ചെയ്യുമ്പോൾ വോളറ്റാലിറ്റി എന്ത് ചെയ്യാണ്, കൂടുതലാണ്, വോളറ്റൈൽ ക്യാരക്ടർ കൂടുതലാണ്. അതുകൊണ്ട് അതിന് വോളറ്റൈൽ ക്യാരക്ടർ കൂടുമ്പോൾ വേപ്പർ പ്രഷറും എന്ത് ചെയ്യും, കൂടും അല്ലേ. അപ്പോൾ വോളറ്റൈൽ ക്യാരക്ടർ കൂടുമ്പോൾ വാപ്പറൈസേഷൻ കൂടും, അപ്പോൾ വേപ്പർ പ്രഷർ കൂടും. അതുകൊണ്ടാണ് ഇവിടെ P02 കുറച്ച് കൂടുതൽ കൊടുത്തിരിക്കുന്നത്, P01 കുറച്ച് കുറവാണ്. കാരണം ഫസ്റ്റ് കോമ്പണൻ്റ് എന്ന് പറയുന്നത് എന്താണ്, വാട്ടറാണ്. വാട്ടറിന് എത്തനോളിനെ കമ്പയർ ചെയ്യുമ്പോൾ വോളറ്റൈൽ ക്യാരക്ടർ കുറവാണ്, അപ്പോൾ വാപ്പറൈസേഷനും കുറയും, അപ്പോൾ വേപ്പർ പ്രഷറും കുറയും. അതുകൊണ്ടാണ് P02 ഈസ് ലെസ് ദാൻ P01 എന്ന് കൊടുത്തിരിക്കുന്നത്. ഇനി P ടോട്ടൽ എന്ന് പറയുന്നത്, P ടോട്ടൽ എന്ന് പറഞ്ഞാൽ P1 + P2 ആണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം P1 + P2, ഇത് രണ്ടിൻ്റെയും സമ്മാണ് നമ്മൾ P ടോട്ടലായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ P ടോട്ടൽ ഈസ് ഈക്വൽ ടു P1 + P2. അപ്പം അതും എന്താണ്, ഒരു സ്ട്രൈറ്റ് ലൈനാണ് അല്ലേ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ജസ്റ്റ് എന്തൊക്കെയാണ് ഗ്രാഫിൽ പറഞ്ഞതെന്ന് പറയാം. പ്ലോട്ട് ഓഫ് P1 ആൻഡ് P2 വേഴ്സസ് മോൾ ഫ്രാക്ഷൻ. എന്താണ്, ഒരു ലീനിയർ പ്ലോട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അല്ലേ, രണ്ടും ലീനിയർ പ്ലോട്ടാണ്. പിന്നെ P ടോട്ടൽ വേഴ്സസ് മോൾ ഫ്രാക്ഷൻ ഇറ്റ്സ് ഓൾസോ എ ലീനിയർ പ്ലോട്ട് അല്ലേ. പിന്നെ വേറെ എന്താണ് ഇതിലുള്ളത്, പിന്നെ നമുക്ക് പറയാം വേപ്പർ പ്രഷർ, മിനിമം വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P01 മാക്സിമം വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്, മാക്സിമം വാല്യൂ ഓഫ് വേപ്പർ പ്രഷർ എന്താണ്, P02 അതിന് കാരണം നമ്മൾ പറഞ്ഞു സെക്കൻഡ് കോമ്പണൻറ്റിന് കുറച്ച് വോളറ്റൈൽ ക്യാരക്ടർ ഫസ്റ്റ് കോമ്പണൻറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലാണ്. അതുകൊണ്ടാണ് P01 കുറച്ച് കുറവും P02 കുറച്ച് കൂടുതലും ആയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ അത് തിരിച്ചും കൊടുക്കാം. നമ്മൾ നേരെ തിരിച്ചെടുക്കുകയാണെങ്കിൽ സെക്കൻഡ് കോമ്പണൻറ്റിന് കുറച്ച് കുറവും ഫസ്റ്റ് കോമ്പണൻറ്റിന് കുറച്ച് കൂടുതലുമാണ് വോളറ്റൈൽ ക്യാരക്ടർ എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഗ്രാഫ് തിരിച്ചു വരയ്ക്കാം. അപ്പോൾ എന്ത് ചെയ്യും, ഈ P02 എന്ത് ചെയ്യും, താഴെ വരും, കുറച്ച് താഴേക്ക് വരും, P01 കുറച്ച് മുകളിലേക്കും പോകും. അത് നമ്മൾ എക്സാമ്പിൾ എടുക്കുന്നതിനനുസരിച്ച് ചെയ്യാം. ഇനി അടുത്തത് റൗൾസ് ലോ ആൻഡ് ഹെൻറീസ് ലോ. ഓക്കെ, എന്താണ് ഹെൻറീസ് ലോ പറയുന്നത്, നമ്മൾ നേരത്തെ പഠിച്ചു. എന്താണ് ഹെൻറീസ് ലോ, സോല്യൂബിലിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു പ്രഷർ. അതിൻ്റെ വേറൊരു ഫോം നമ്മൾ പഠിച്ചു, ഡാൾട്ടൺസ് ലോയുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് പാർഷ്യൽ pressure is proportional to mole fraction or P is equal to KH into chi എന്ന് പഠിച്ചു അല്ലേ. KH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൻറീസ് കോൺസ്റ്റൻറ്റ്. ഇനി എന്താണ് റൗൾസ് ലോ പറയുന്നത്, P is equal to partial pressure is equal to P0 into chi അല്ലേ. ഇനി നമുക്കിവിടെ ഒരു സൊല്യൂഷൻ എടുക്കാം. ആ സൊല്യൂഷൻ്റെ പ്രത്യേകത, അതിലെ ഒരു കോമ്പണൻറ്റ് ഹൈലി വോളട്ടൈലാണ്. ഹൈലി വോളട്ടൈൽ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഗ്യാഷ്യസ് കോമ്പണൻ്റ് ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന സൊല്യൂഷനിലെ ഒരു കോമ്പണൻറ്റ് ഒരു ഹൈലി വോളട്ടൈലാണ്, അല്ലെങ്കിൽ അതൊരു ഗ്യാഷ്യസ് കോമ്പണൻ്റ് ആണെങ്കിൽ നമുക്ക് റൗൾസ് ലോ പറയാം. P is equal to KH into chi, ഹെൻറീസ് ലോ, ആൻഡ് റൗൾസ് ലോ പറയാം P is equal to P0 into chi എന്ന് പറയാം. ഓക്കെ, ഇനി ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. ഹെൻറീസ് ലോയും റൗൾസ് ലോയും, അല്ലെങ്കിൽ ഈ രണ്ട് ഇക്വേഷനും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഇഫ് KH ഈസ് ഈക്വൽ ടു P0, ഹെൻറീസ് കോൺസ്റ്റൻറ്റ് ഈസ് ഈക്വൽ ടു P0 ആണെങ്കിൽ എന്താണ്, ഈ രണ്ട് ഇക്വേഷനും പറയുന്നത് എന്ത് തന്നെയാണ്, സെയിം ആണ്. അല്ലെങ്കിൽ ഈ രണ്ട് ഇക്വേഷനും എന്താണ്, ഈക്വൽ ആണ് അല്ലെങ്കിൽ സെയിം ആണ് എന്ന് നമുക്ക് പറയാം. അതിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റും, if KH is equal to P0, if Henry's constant is equal to P0, Raoult's law is a special case of Henry's law. അല്ലേ, പറഞ്ഞൂടെ, റൗൾസ് ലോ ഈസ് എ സ്പെഷ്യൽ കേസ് ഓഫ് ഹെൻറീസ് ലോ വെൻ KH ഈസ് ഈക്വൽ ടു P0 എന്ന് പറയാം. അതായത് ഈ രണ്ട് ഇക്വേഷനും നമുക്ക് ഏകദേശം സെയിം ആണെന്ന് പറയാൻ പറ്റും. റൗൾസ് ലോ ഹെൻറീസ് ലോയുടെ ഒരു സ്പെഷ്യൽ കേസാണെന്ന് പറയാൻ പറ്റും എപ്പോൾ KH P0ക്ക് ഈക്വൽ ആവുകയാണെങ്കിൽ. ഇനി നമുക്ക് പറയാനുള്ളത് റൗൾസ് ലോ ഫോർ എ സൊല്യൂഷൻ വിത്ത് നോൺ വോളട്ടൈൽ സൊല്യൂട്ടാണ്. നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന സൊല്യൂട്ട് നോൺ വോളട്ടൈലാണെങ്കിൽ, ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത സൊല്യൂഷനിലെല്ലാം സൊല്യൂട്ടും സോൾവൻറ്റും വോളട്ടൈൽ ക്യാരക്ടർ ഉള്ളതായിരുന്നു അല്ലേ. എത്തനോൾ വേപ്പർ ആൻഡ് വാട്ടർ വേപ്പേഴ്സ് രണ്ടും എന്താണ്, വാപ്പറൈസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ആഡ് ചെയ്യുന്ന സൊല്യൂഷനിൽ സൊല്യൂട്ട് സോൾട്ടാണ്, അതായത് സോഡിയം ക്ലോറൈഡ് ആണെങ്കിൽ
സോഡിയം ക്ലോറൈഡിന് എന്താ വോളറ്റൈൽ ക്യാരക്ടർ ഉണ്ടോ? ഇല്ല. സോഡിയം ക്ലോറൈഡ് വാപ്പറൈസ് ചെയ്യില്ല, അല്ലേ? സോൾട്ട് വാപ്പറൈസ് ചെയ്യില്ല. അപ്പോൾ പിന്നെ അവിടെയുള്ള വാപ്പേഴ്സ് ആരുടേത് മാത്രമായിരിക്കും? അവിടെ ഫോം ചെയ്യുന്ന വാപ്പേഴ്സ് അത് വാട്ടറിൻ്റെത് മാത്രമായിരിക്കും. സോഡിയം ക്ലോറൈഡിന് വോളറ്റൈൽ ക്യാരക്ടർ ഇല്ല. വോളറ്റൈൽ ക്യാരക്ടർ ഇല്ലെന്ന് മാത്രമല്ല, അത് വാട്ടർ മോളിക്യൂൾസ് വാപ്പറൈസ് ചെയ്യുന്നതിനെ തടയുകയും ചെയ്യും. ആ സർഫസിലൊക്കെ നിൽക്കുന്ന സോഡിയം ക്ലോറൈഡ് മോളിക്യൂൾ ഇത് വാപ്പറൈസ് ചെയ്യുന്നതിനെ എന്ത് ചെയ്യും? തടയും. അപ്പോൾ കുറച്ച് വാപ്പറൈസേഷൻ കുറയാനുള്ള ചാൻസ് ഉണ്ട്. അത് നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെയുള്ള വാപ്പേഴ്സ് ആരുടേത് മാത്രമായിരിക്കും? വാട്ടർ മോളിക്യൂൾസിൻ്റെ വാപ്പേഴ്സ് മാത്രമായിരിക്കും ഇവിടെ ഉണ്ടാവുന്നത്, ആണല്ലോ. അങ്ങനെയാകുമ്പോൾ നമുക്ക് വാട്ടർ സൊല്യൂട്ടിൻ്റെ വാപ്പേഴ്സ് ഇവിടെ ഫോം ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ പി ടോട്ടൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മൾ ഡാൾട്ടൺസ് ലോ പ്രകാരം പഠിച്ചത് പി ടോട്ടൽ ഈസ് ഈക്വൽ ടു P1 + P2 എന്നാണ്. എന്നാൽ ഇവിടെ P2 ഉണ്ടാവുമോ? പാർഷ്യൽ വാപ്പർ പ്രഷർ ഓഫ് സെക്കൻഡ് കോമ്പണൻറ്റ് ഉണ്ടാവില്ല. കാരണം സെക്കൻഡ് കോമ്പണൻറ്റ് വാപ്പർ പ്രഷർ ഫോം ചെയ്യുന്നില്ല. സെക്കൻഡ് കോമ്പണൻറ്റ് നോൺ വോളറ്റൈലാണ്. അതുകൊണ്ട് പാർഷ്യൽ വാപ്പർ പ്രഷർ ഓഫ് സെക്കൻഡ് കോമ്പണൻറ്റ് P2 എന്തായിരിക്കും? 0 ആയിരിക്കും, അല്ലേ? സോഡിയം ക്ലോറൈഡിന് വാപ്പർ പ്രഷർ ഉണ്ടാവില്ല. ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ നമുക്ക് പറയാം പി ടോട്ടൽ ഈസ് ഈക്വൽ ടു P1 എന്ന് പറയാം. കാരണം P2 ഇവിടെ 0 ആണ്. അപ്പോൾ പി ടോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P1നെ നമ്മൾ അക്കോർഡിംഗ് ടു റോൾസ് ലോ പഠിച്ചിട്ടുണ്ട്. P1 ഈസ് ഈക്വൽ ടു P01 × Chi1 എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പി ടോട്ടൽ എന്ത് കൊടുക്കാം? പി ടോട്ടൽ ഈസ് ഈക്വൽ ടു P01 × Chi1. ഇവിടെ ഒരു സൊല്യൂഷനിലുള്ള സൊല്യൂട്ട് നോൺ വോളറ്റൈലാണെങ്കിൽ, അല്ലേ? അപ്പോൾ അവിടെ സൊല്യൂട്ടിൻ്റെ വാപ്പർ പ്രഷർ വരില്ല. ആരുടെ വാപ്പർ പ്രഷർ മാത്രമേ ഉണ്ടാവുള്ളൂ? സോൾവെൻറ്റിൻ്റെ വാപ്പർ പ്രഷർ മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടെ P0 എന്ന് പറഞ്ഞാൽ സോൾവെൻറ്റ് പ്യുവർ ഫോമിലുള്ള വാപ്പർ പ്രഷർ ആയിരിക്കും. ഇനി ലിക്വിഡ് സൊല്യൂഷനെ റോൾസ് ലോയുടെ ബേസിൽ നമുക്ക് 2 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാം. റോൾസ് ലോ ബേസ് ചെയ്തിട്ട് സൊല്യൂഷൻസിനെ, ലിക്വിഡ് സൊല്യൂഷൻസിനെ നമുക്ക് 2 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഐഡിയൽ സൊല്യൂഷൻ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻ. എന്താണ് ഐഡിയൽ സൊല്യൂഷനും നോൺ ഐഡിയൽ സൊല്യൂഷനും? റോൾസ് ലോ ഒബേ ചെയ്യുന്നുണ്ടോ? എന്താണ് റോൾസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? P1 ഈസ് ഈക്വൽ ടു P01 × Chi1, അല്ലേ? അത് ഒബേ ചെയ്യുന്നുണ്ടോ എന്നതിൻ്റെ ബേസിൽ. അപ്പോൾ എന്താണ് ഐഡിയൽ സൊല്യൂഷൻ എന്ന് നോക്കാം നമുക്ക് ആദ്യം. ഓക്കെ, എ സൊല്യൂഷൻ ദാറ്റ് ഒബേസ് റോൾസ് ലോ ഓവർ ദ എൻറ്റയർ റേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ ഈസ് സെഡ് ടു ബി ആൻ ഐഡിയൽ സൊല്യൂഷൻ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ റോൾസ് ലോ ഒബേ ചെയ്യുന്ന സൊല്യൂഷൻസിനെ, റോൾസ് ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സൊല്യൂഷൻ്റെ റോൾസ് ലോ എന്ന് പറയുമ്പോൾ പി ടോട്ടൽ ഈസ് ഈക്വൽ ടു P01 × Chi1 + P02 × Chi2. ഈ ഇക്വേഷൻ ഫോളോ ചെയ്യുന്ന സൊല്യൂഷൻസിനെ നമുക്ക് എന്ത് പറയാം? റോൾസ് ലോ ഒബേ ചെയ്യുന്നു എന്ന് പറയാം, അല്ലേ? അപ്പോൾ ഈ റോൾസ് ലോ ഒബേ ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഇക്വേഷൻ ഫോളോ ചെയ്യുന്ന സൊല്യൂഷൻസിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയാൻ പറ്റും. A solution that obeys Rolle's law over the entire range of concentration is said to be an ideal solution. ഇനി മോളിക്യുലാർ ലെവലിൽ നമുക്കതിനെപ്പറ്റി എങ്ങനെ ഡിസ്കസ് ചെയ്യാം? എ എന്ന് പറയുന്നത് സോൾവെൻറ്റും ബി സൊല്യൂട്ടുമാണെങ്കിൽ എയും ബിയും തമ്മിലുള്ള ഇൻട്രാക്ഷൻ, സൊല്യൂട്ടും സോൾവെൻറ്റും തമ്മിലുള്ള ഇൻട്രാക്ഷൻ, സൊല്യൂട്ടും സോൾവെൻറ്റ് മോളിക്യൂളും തമ്മിലുള്ള ഇൻട്രാക്ഷൻ എ ഇൻട്രാക്ഷനും ബി ഇൻട്രാക്ഷനും, അതായത് സോൾവെൻറ്റും സൊല്യൂട്ടും തമ്മിലുള്ള ഇൻട്രാക്ഷന് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം, ഓൾമോസ്റ്റ് സെയിം ആയിരിക്കണം. എ ബി ഇൻട്രാക്ഷൻ സൊല്യൂട്ടും സോൾവെൻറ്റും, എ ഇൻട്രാക്ഷൻ സോൾവെൻറ്റും ആൻഡ് ബി ഇൻട്രാക്ഷൻ സൊല്യൂട്ടും തമ്മിലുള്ള ഇൻട്രാക്ഷൻസ് ഒക്കെ എന്തായിരിക്കണം? ഓൾമോസ്റ്റ് സെയിം ആയിരിക്കണം എന്നാണ് പറയുന്നത് ഐഡിയൽ സൊല്യൂഷനിൽ. ഇനി ഐഡിയൽ സൊല്യൂഷൻ്റെ കേസിൽ വേറൊരു കാര്യം പറയുന്നത് എൻതാൽപ്പി ഓഫ് മിക്സിംഗ് ഈസ് ഈക്വൽ ടു 0. എൻതാൽപ്പി ഓഫ് മിക്സിംഗ് ഈസ് ഈക്വൽ ടു 0 ആവണം. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? അവിടെ പ്രോസസ്സ് മിക്സ് ചെയ്യുന്ന പ്രോസസ്സ്, സൊല്യൂട്ടും സോൾവെൻറ്റും മിക്സ് ചെയ്യുന്ന പ്രോസസ്സ് എക്സോതേർമിക്കോ എൻഡോതേർമിക്കോ ആവാൻ പാടില്ല. അവിടെ ഹീറ്റ് എനർജിയിൽ എൻതാൽപ്പിയിൽ ഡിഫറൻസ് വരാൻ പാടില്ല. അപ്പോൾ എൻതാൽപ്പി ഓഫ് മിക്സിംഗ് ഈസ് ഈക്വൽ ടു 0 ആവണം. അതുപോലെ ഡെൽറ്റ വി മിക്സിംഗ് എന്തായിരിക്കണം? 0 ആവണം. അതായത് അവിടെ മിക്സ് ചെയ്തതിന് ശേഷമുള്ള വോളിയം ചേഞ്ചും ഉണ്ടാവാൻ പാടില്ല. അതായത് ഇപ്പോൾ 20 ml സൊല്യൂട്ടും 20 ml സോൾവെൻറ്റുമാണ് ആഡ് ചെയ്തതെങ്കിൽ ടോട്ടൽ വോളിയം എന്തായിരിക്കണം? 20 + 20 40 ആവണം. അവിടെ വോളിയം കുറയാനോ കൂടാനോ പാടില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ആണ് നമ്മൾ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്.
ഇൻട്രാക്ഷൻ എ ഇൻട്രാക്ഷനും എ ബി ഇൻട്രാക്ഷനും ബി ബി ഇൻട്രാക്ഷനും ഓൾമോസ്റ്റ് സെയിം ആവണം. എൻതാൽപ്പി ഓഫ് മിക്സിംഗ് 0 ആവണം. ഡെൽറ്റ വി മിക്സിംഗ് 0 ആവണം അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള സൊല്യൂഷനെയാണ് നമ്മൾ ഐഡിയൽ സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. എന്നാൽ റിയൽ ലൈഫിൽ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുന്ന കേസുകൾ ഇല്ല. അത്രയും ഈ കണ്ടീഷൻസ് എല്ലാം ഫോളോ ചെയ്യുന്നത് ഇല്ല. പക്ഷേ നമുക്ക് ഓൾമോസ്റ്റ് ഐഡിയൽ ക്യാരക്ടർ കാണിക്കുന്ന ചില സൊല്യൂഷൻസിനെ നമുക്ക് ഐഡിയൽ സൊല്യൂഷനായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ ഒന്നാണ് ഹെക്സെയിൻ ആൻഡ് ഹെപ്റ്റെയിൻ. ഹെക്സെയിനും ഹെപ്റ്റെയിനും മിക്സ് ചെയ്ത സൊല്യൂഷനെ നമുക്ക് ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയാം. അതുപോലെ ക്ലോറോ ഈതെയിൻ ആൻഡ് ബ്രോമോ ഈതെയിൻ, ഇത് രണ്ടും ഐഡിയൽ ബിഹേവിയർ, ഓൾമോസ്റ്റ് ഐഡിയൽ ബിഹേവിയർ കാണിക്കുന്ന സൊല്യൂഷന് എക്സാമ്പിളാണ്. ഇനി നമുക്ക് ഐഡിയൽ സൊല്യൂഷൻ്റെ ഗ്രാഫ് എങ്ങനെ പറയാം? ഐഡിയൽ സൊല്യൂഷൻ്റെ ഗ്രാഫ് എന്തിന് റോൾസ് ലോയുടെ അതേ ഗ്രാഫ് തന്നെയാണ്. കാരണം റോൾസ് ലോ ഫോളോ ചെയ്യുന്ന സൊല്യൂഷൻസിനെയാണ് നമ്മൾ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് റോൾസ് ലോയുടെ അതേ ഗ്രാഫ് തന്നെയാണ് ഐഡിയൽ സൊല്യൂഷൻ്റെ ഗ്രാഫായിട്ട് നമ്മൾ പറയുന്നത്. ഇവിടെ എന്താണ്, കൈ1 കൂടുന്നതിനനുസരിച്ച് P1 കൂടും, അതുപോലെ കൈ2 കൂടുന്നതിനനുസരിച്ച് P2 കൂടും അല്ലേ? അതാണ് റോൾസ് ലോയിൽ പറയുന്നത്. എന്താണ്, P2 ഈസ് പ്രപ്പോർഷണൽ ടു കൈ2 ഓർ P1 ഈസ് പ്രപ്പോർഷണൽ ടു കൈ1 എന്നാണ് പറയുന്നത്. അപ്പോൾ P ടോട്ടൽ ഈസ് ഈക്വൽ ടു P01 ഇൻറ്റു കൈ1 പ്ലസ് P02 ഇൻറ്റു കൈ2 എന്ന് പറയുന്ന റോൾസ് ലോ ഒബേ ചെയ്യുന്ന സൊല്യൂഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ the solution that obeys Rolle's law over the entire range of concentration is said to be an ideal solution. ഒരു ഐഡിയൽ സൊല്യൂഷനിൽ എൻതാൽപ്പി ഓഫ് മിക്സിംഗ് ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും, ഡെൽറ്റ വി മിക്സിംഗ് 0 ആയിരിക്കും. അതുപോലെ ഇൻട്രാക്ഷൻസ് സൊല്യൂട്ട് സോൾവൻറ്റ് ആൻഡ് സോൾവൻറ്റ് ഇൻട്രാക്ഷൻസ് ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. അതിന് നമ്മൾ എക്സാമ്പിളായിട്ട് പഠിച്ചത് എന്താണ്, ഹെക്സെയിൻ ആൻഡ് ഹെപ്റ്റെയിൻ, ക്ലോറോ ഈതെയിൻ ആൻഡ് ബ്രോമോ ഈതെയിൻ അല്ലേ? ഇത്രയുമാണ് നമ്മൾ ഐഡിയൽ സൊല്യൂഷൻസിനെ കുറിച്ച് പഠിച്ചത്. ഇനി നമുക്ക് നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. എന്താണ് ഐഡിയൽ സൊല്യൂഷൻ എന്ന് മനസ്സിലാക്കിയവർക്ക് നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്താണെന്ന് പറയാൻ പറ്റും. എന്തായിരിക്കും? സൊല്യൂഷൻ ദാറ്റ് ഡു നോട്ട് ഒബേ റോൾസ് ലോ ഓവർ ദ എൻറ്റയർ റേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ ആർ സെഡ് ടു ബി എ നോൺ ഐഡിയൽ സൊല്യൂഷൻ അല്ലേ? അതായത് റോൾസ് ലോ ഒബേ ചെയ്യാത്ത സൊല്യൂഷൻസിനെയാണ് നമ്മൾ നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇൻട്രാക്ഷൻസിനെ കുറിച്ച് എന്ത് പറയാൻ പറ്റും? അവിടെ എ ബി ഇൻട്രാക്ഷൻ, അതായത് സൊല്യൂട്ട് സോൾവൻറ്റ് ഇൻട്രാക്ഷൻ, എ ഇൻട്രാക്ഷനും ബി ബി ഇൻട്രാക്ഷനും ഈക്വൽ ആവില്ല. മറ്റിടത്ത് അത് ഈക്വൽ ആയിരുന്നു, ഇവിടെ ഈക്വൽ ആവില്ല. ഒന്നുകിൽ എ ബി ഇൻട്രാക്ഷൻ വളരെ വീക്കായിരിക്കും, അല്ലെങ്കിൽ എ ബി ഇൻട്രാക്ഷൻ മറ്റുള്ള ഇൻട്രാക്ഷൻസിനേക്കാളും സ്ട്രോങ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കേസാണ് നോൺ ഐഡിയൽ സൊല്യൂഷൻ. അതുപോലെ എൻതാൽപ്പി ഓഫ് മിക്സിങ്ങിനെ കുറിച്ച് നമുക്ക് എന്ത് പറയാം? എൻതാൽപ്പി ഓഫ് മിക്സിംഗ് ഈസ് നോട്ട് ഈക്വൽ ടു 0. ഐഡിയൽ സൊല്യൂഷൻ്റെ കേസിൽ എൻതാൽപ്പി ഓഫ് മിക്സിംഗ് എന്തായിരുന്നു? 0 ആയിരുന്നു. ഇവിടെ 0 അല്ല. അതായത് ഒന്നുകിൽ ഹീറ്റ് എനർജി പുറത്തേക്ക് ലിബറേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം, അതായത് അത് എക്സോതേർമിക് ആയിരിക്കാം, അല്ലെങ്കിൽ ഒന്നുകിൽ ഹീറ്റ് എനർജി എന്ത് ചെയ്യുന്നു, അബ്സോർബ് ചെയ്യുന്നുണ്ടായിരിക്കാം, അതായത് ആ പ്രോസസ്സ് മിക്സിംഗ് പ്രോസസ്സ് എന്തായിരിക്കും? എൻഡോതേർമിക് ആയിരിക്കാം അല്ലേ? ഇനി ഡെൽറ്റ വി മിക്സിംഗ് ഈസ് നോട്ട് ഈക്വൽ ടു 0. അതായത് അവിടെ മിക്സിങ്ങിൻ്റെ സമയത്ത് എങ്ങനെയായാലും ഒരു വോളിയം ചേഞ്ച് ഉണ്ടാകും. ഒന്നുകിൽ വോളിയം കുറയും, അല്ലെങ്കിൽ വോളിയം കൂടും. നമ്മൾ സൊല്യൂട്ടും സോൾവെൻറ്റും കൂടെ മിക്സ് ചെയ്യുന്ന സമയത്ത് വോളിയം ചേഞ്ചും ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കേസാണ് നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇൻട്രാക്ഷൻ്റെ കേസ് നമ്മൾ പറഞ്ഞു, എ ഇൻട്രാക്ഷനും ബി ബി ഇൻട്രാക്ഷനും എന്തായിരിക്കില്ല, എ ബി ഇൻട്രാക്ഷന് സെയിം ആവില്ല. ഒന്നുകിൽ എ ബി ഇൻട്രാക്ഷൻ വളരെ സ്ട്രോങ് ആയിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ സ്ട്രോങ് ആകുമ്പോൾ അത് നെഗറ്റീവ് ഡീവിയേഷനാണ് കാണിക്കുന്നത്, നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. അല്ലെങ്കിൽ എന്തായിരിക്കും, എ ബി ഇൻട്രാക്ഷൻ വളരെ വീക്ക് ആയിരിക്കും. അങ്ങനെയുള്ളതാണ് പോസിറ്റീവ് ഡീവിയേഷൻ. എ ബി ഇൻട്രാക്ഷൻ എ ഇൻട്രാക്ഷനേക്കാളും ബി ബി ഇൻട്രാക്ഷനേക്കാളും വീക്ക് ആണെങ്കിൽ അതിനെ നമ്മൾ പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറയും. ഓക്കെ, ഇനി എൻതാൽപ്പി ഓഫ് മിക്സിങ്ങിൻ്റെ കേസ് എന്താ പറഞ്ഞത്? എൻതാൽപ്പി ഓഫ് മിക്സിംഗ് ഇസ് നോട്ട് ഈക്വൽ ടു 0 അല്ലേ? അതുപോലെ ഡെൽറ്റ വി മിക്സിംഗ്, എൻതാൽപ്പി ഓഫ് മിക്സിംഗ് ഇസ് നോട്ട് ഈക്വൽ ടു 0, ഡെൽറ്റ വി മിക്സിംഗ് ഇസ് നോട്ട് ഈക്വൽ ടു 0 ആണല്ലോ. അപ്പോൾ നമ്മളിനി പഠിക്കാൻ പോകുന്നത് നോൺ ഐഡിയൽ സൊല്യൂഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നോൺ ഐഡിയൽ സൊല്യൂഷനിൽ ഒന്നാമത്തെ ടൈപ്പാണ് പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റോൾസ് ലോ.
നോൺ ഐഡിയൽ സൊല്യൂഷൻ 2 ടൈപ്പായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തത് പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റോൾസ് ലോ, നെഗറ്റീവ് ഡീവിയേഷൻ ഫ്രം റോൾസ് ലോ, 2 എണ്ണമാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എന്താണ് പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റോൾസ് ലോ. നമുക്കറിയാം റോൾസ് ലോയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P1 = P0 1 × Chi1, P2 = P0 2 × Chi2 അല്ലേ. ഈ ഇക്വേഷൻസ് ഒബേ ചെയ്യാത്ത സൊല്യൂഷനെയാണ് നമ്മൾ നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അത് തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ് 2 ടൈപ്പ്? പോസിറ്റീവ് ഡീവിയേഷൻ, നെഗറ്റീവ് ഡീവിയേഷൻ. ഇനി എന്താണ് പോസിറ്റീവ് ഡീവിയേഷൻ്റെ കേസിൽ നമുക്ക് പറയാനുള്ളത്? ആദ്യം നമുക്ക് ഇൻട്രാക്ഷൻ്റെ കേസ് പറയാം. പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻ, ആ സൊല്യൂഷനിൽ AB ഇൻട്രാക്ഷൻ ഈസ് വീക്കർ. AB ഇൻട്രാക്ഷൻ വളരെ വീക്കായിരിക്കും എന്നാണ് പറയുന്നത്. AB ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊല്യൂട്ട് മോളിക്യൂളും സോൾവൻറ്റ് മോളിക്യൂളും തമ്മിലുള്ള ഇൻട്രാക്ഷൻ വളരെ വീക്കായിരിക്കും. സൊല്യൂട്ട് മോളിക്യൂളും സോൾവൻറ്റ് മോളിക്യൂളും തമ്മിലുള്ള ഇൻട്രാക്ഷൻ ഒരു സൊല്യൂഷനിൽ വളരെ വീക്കായിരുന്നാൽ എന്താ സംഭവിക്കുക? സൊല്യൂട്ട് മോളിക്യൂളിനും സോൾവൻറ്റ് മോളിക്യൂളിനും വളരെ ഈസി ആയിട്ട് വാപ്പറൈസ് ചെയ്തു പോകാൻ പറ്റും. അവ തമ്മിലുള്ള ഇൻട്രാക്ഷൻ വളരെ വീക്കാണ്. അപ്പോൾ അവിടെ വാപ്പറൈസേഷൻ വളരെ കൂടുന്നു. വാപ്പറൈസേഷൻ കൂടുമ്പോൾ വാപ്പർ പ്രഷറും എന്ത് ചെയ്യുന്നു? കൂടുന്നു അല്ലേ. അപ്പോൾ AB ഇൻട്രാക്ഷൻ വളരെ വീക്കായി കഴിഞ്ഞാൽ വാപ്പറൈസേഷൻ കൂടും. കാരണം ആ 2 മോളിക്യൂളും തമ്മിൽ ഇൻട്രാക്ഷൻ വളരെ വീക്കാണ്. അത് പെട്ടെന്ന് ബ്രേക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും? വാപ്പറൈസ് ചെയ്ത് പോകും. അപ്പോൾ വളരെ പെട്ടെന്ന് വാപ്പറൈസേഷൻ നടക്കുന്നു. അതിനനുസരിച്ച് വാപ്പർ പ്രഷറും എന്ത് ചെയ്യുന്നു? കൂടുന്നു. അപ്പോൾ റോൾസ് ലോ പ്രെഡിക്റ്റ് ചെയ്യുന്നതിനേക്കാളും വാപ്പർ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നു അല്ലേ. റോൾസ് ലോ പറയുന്നത് P1 = P0 1 × Chi1 എന്നാൽ അതിനേക്കാളും വാപ്പർ പ്രഷർ കൂടിയാൽ എന്തായിരിക്കും? P1 ഈസ് ഗ്രേറ്റർ ദാൻ P0 1 × Chi1 അല്ലേ. റോൾസ് ലോ പ്രെഡിക്റ്റ് ചെയ്യുന്നത് P0 1 × Chi1 എന്നാൽ അതിനേക്കാളും വാപ്പർ പ്രഷർ എന്ത് ചെയ്യും? ഇവിടെ കൂടും. കാരണം ഇവിടെ സൊല്യൂട്ട് സോൾവൻറ്റ് ഇൻട്രാക്ഷൻ വളരെ വീക്കാണ്. അപ്പോൾ പെട്ടെന്ന് വാപ്പറൈസേഷൻ നടക്കും. അപ്പോൾ P1 ഈസ് ഗ്രേറ്റർ ദാൻ P0 1 × Chi1 എന്ന് വരും അല്ലേ. അതുപോലെ P2 ഈസ് ഗ്രേറ്റർ ദാൻ P0 2 × Chi2 എന്ന് വരും. അതായത് ആ ഇക്വേഷൻ ഒബേ ചെയ്യുന്നില്ല. റോൾസ് ലോ പ്രെഡിക്റ്റ് ചെയ്യുന്നതിനേക്കാളും വാപ്പർ പ്രഷറിൻ്റെ വാല്യൂ കൂടുതലായിരിക്കും. ഇനി എൻതാൽപ്പി ഓഫ് മിക്സിംഗ് ഈസ് ഓൾസോ ഗ്രേറ്റർ ദാൻ 0 എന്നാണ് വരുന്നത്. അതുപോലെ ΔV മിക്സിംഗ് ഈസ് ഓൾസോ ഗ്രേറ്റർ ദാൻ 0. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ഗ്രാഫ് ഒന്ന് നോക്കാം. നമുക്കറിയാം റോൾസ് ലോയുടെ ഗ്രാഫ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. റോൾസ് ലോയുടെ ഗ്രാഫ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡോട്ടഡ് ആയിട്ട് കാണാൻ പറ്റുന്ന ലൈന് അത് റോൾസ് ലോയുടെ ഗ്രാഫാണ്. എന്നാൽ റോൾസ് ലോ പ്രെഡിക്റ്റ് ചെയ്യുന്നതിനേക്കാളും അപ്പോൾ എന്താണ് വാല്യൂ കൂടുന്നു എന്നാണ് പറയുന്നത് അല്ലേ. വാപ്പർ പ്രഷറും മോൾ ഫ്രാക്ഷനും എടുത്ത ഈ ഗ്രാഫിൽ റോൾസ് ലോ പ്രെഡിക്റ്റ് ചെയ്യുന്നതിനേക്കാളും വാല്യൂ കൂടുന്നു. നിങ്ങൾക്ക് നോക്കാം, ആദ്യത്തെ കേസ് P1ൻ്റെ കേസ് നോക്കാം. നിങ്ങൾക്കൊരു സ്ട്രൈറ്റ് ലൈൻ അവിടെ കാണാൻ പറ്റും. എന്നാൽ അത് ഡോട്ടഡ് ലൈനായിട്ട് കാണിച്ചിരിക്കുന്ന ആ സ്ട്രൈറ്റ് ലൈനാണ് റോൾസ് ലോയുടെ വാല്യൂ. എന്നാൽ അതിനേക്കാളും വാല്യൂ എന്ത് ചെയ്യുന്നു? കൂടുന്നു. അതിനേക്കാളും വാപ്പർ പ്രഷർ കൂടുന്നു. നിങ്ങൾക്കൊരു ലൈൻ കാണാൻ പറ്റും അല്ലേ. ഒരു ബ്ലൂ കളറിലുള്ള ലൈൻ അവിടെ കാണാൻ പറ്റും. അതാണ് ഇത് പോസിറ്റീവ് ഡീവിയേഷൻ. ആ ലൈനിനേക്കാളും സ്ട്രൈറ്റ് ലൈനിനേക്കാളും എന്ത് ചെയ്യുന്നു? വാല്യൂ കൂടുന്നു. അതുകൊണ്ട് മുകളിലേക്കാണ് കാണിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ പോസിറ്റീവ് ഡീവിയേഷൻ വാപ്പർ പ്രഷർ റോൾസ് ലോ പ്രെഡിക്റ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതലാണ്. ഇനി P2ൻ്റെ കേസ് നോക്കൂ. P2ൻ്റെ കേസും അതുപോലെ തന്നെ റോൾസ് ലോ പ്രെഡിക്റ്റ് ചെയ്യുന്ന വാല്യൂവിനേക്കാളും മുകളിലേക്കാണ് വാപ്പർ പ്രഷർ വരുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ രണ്ടിടത്തും P1ഉം P2ഉം ഗ്രേറ്റർ ദാൻ റോൾസ് ലോ അല്ലെങ്കിൽ റോൾസ് ലോ പ്രെഡിക്റ്റ് ചെയ്യുന്നതിനേക്കാളും വാല്യൂ കൂടുന്നു. ഇനി P ടോട്ടൽ നോക്കൂ. P ടോട്ടലും അതുപോലെ തന്നെ അല്ലേ. P ടോട്ടലിൻ്റെ ഡോട്ടഡ് ലൈൻ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് റോൾസ് ലോയുടെ വാല്യൂ ആണ്. അതിനേക്കാളും എന്താണ്? വാല്യൂ കൂടുതലാണ്. അപ്പോൾ മുകളിലേക്കാണ് കാണാൻ പറ്റുക അല്ലേ. ആ ലൈൻ നിങ്ങൾ കാണുന്നില്ലേ? അപ്പോൾ ഇവിടെ റോൾസ് ലോ പ്രെഡിക്റ്റ് ചെയ്യുന്നതിനേക്കാളും വാല്യൂ എന്ത് ചെയ്യുന്നു? കൂടുന്നു. ഇനി നെഗറ്റീവ് ഡീവിയേഷൻ ഫ്രം റോൾസ് ലോ. നെഗറ്റീവ് ഡീവിയേഷൻ ഇപ്പോൾ പോസിറ്റീവ് ഡീവിയേഷൻ പറയുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇവിടെ നെഗറ്റീവ് ഡീവിയേഷൻ വരുന്നത് അല്ലേ. അപ്പോൾ നെഗറ്റീവ് ഡീവിയേഷനിൽ എന്താണ്? AB ഇൻട്രാക്ഷൻ ഈസ് സ്ട്രോങ് അല്ലേ. സൊല്യൂട്ടും സോൾവൻറ്റും തമ്മിലുള്ള ഇൻട്രാക്ഷൻ വളരെ സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ എന്താ സംഭവിക്കുക? ആ സ്ട്രോങ് ഇൻട്രാക്ഷനെ ബ്രേക്ക് ചെയ്തിട്ട് വാപ്പറൈസ് ചെയ്യാനുള്ള ടെൻഡൻസി കുറവായിരിക്കും അല്ലേ. കാരണം സൊല്യൂട്ട് മോളിക്യൂളും സോൾവൻറ്റ് മോളിക്യൂളും തമ്മിൽ നല്ല സ്ട്രോങ് ഇൻട്രാക്ഷൻ ഉണ്ട് അല്ലേ. അങ്ങനെയാകുമ്പോൾ വാപ്പറൈസേഷൻ എന്ത് ചെയ്യുന്നു? AB ഇൻട്രാക്ഷൻ വളരെ സ്ട്രോങ് ആണെങ്കിൽ വാപ്പറൈസേഷൻ എന്ത് ചെയ്യും? കുറയും
അല്ലേ? വാപ്പറൈസേഷൻ ഡിക്രീസസ്. അപ്പോൾ വാപ്പറൈസേഷൻ ഡിക്രീസ് ചെയ്യുമ്പോൾ വാപ്പർ പ്രഷറും എന്ത് ചെയ്യും? വാപ്പർ പ്രഷറും കുറയും, അല്ലേ? അപ്പോൾ എ ബി ഇൻട്രാക്ഷൻ വളരെ സ്ട്രോങ് ആയി കഴിഞ്ഞാൽ വാപ്പറൈസേഷൻ കുറയുന്നു, അതിനനുസരിച്ച് വാപ്പർ പ്രഷറും കുറയുന്നു, ആണല്ലോ. അപ്പോൾ റോൾസ് ലോ പ്രെഡിക്റ്റ് ചെയ്യുന്നതിനേക്കാളും വാല്യൂ എന്തായിരിക്കും? റോൾസ് ലോ പ്രെഡിക്റ്റ് ചെയ്യുന്നതിനേക്കാളും വാപ്പർ പ്രഷർ കുറയും, അല്ലേ? കാരണം ഇൻട്രാക്ഷൻ വളരെ സ്ട്രോങ് ആണ്, അതുകൊണ്ട് റോൾസ് ലോ പ്രെഡിക്റ്റ് ചെയ്യുന്നതിനേക്കാളും വാപ്പർ പ്രഷർ കുറവായിരിക്കും. റോൾസ് ലോ എന്താ പറയുന്നത്? P1 ഈസ് ഈക്വൽ ടു P01 ഇൻറ്റു Chi1 എന്നാണ് പറയുന്നത്. അതിനേക്കാളും വാല്യൂ കുറയുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും? P1 ഈസ് ലെസ് ദാൻ P01 ഇൻറ്റു Chi1, അല്ലേ? P1 ഈസ് ലെസ് ദാൻ P01 ഇൻറ്റു Chi1. റോൾസ് ലോ പ്രെഡിക്റ്റ് ചെയ്യുന്നതിനേക്കാളും വാല്യൂ എന്തായിരിക്കും? കുറവായിരിക്കും, വാപ്പർ പ്രഷർ കുറവായിരിക്കും. അപ്പോൾ P1 ഈസ് ഈക്വൽ ടു P01 ഇൻറ്റു Chi1. കാരണം അവിടെ ഇൻട്രാക്ഷൻ വളരെ സ്ട്രോങ് ആണ്, അതുകൊണ്ട് വാപ്പറൈസേഷൻ വളരെ കുറച്ചേ നടക്കുന്നുള്ളൂ, അതുകൊണ്ട് വാപ്പർ പ്രഷറും എന്തായിരിക്കും? വാപ്പറൈസേഷൻ നടന്നാലേ വാപ്പർ പ്രഷർ ഉണ്ടാവൂ, വാപ്പർ പ്രഷർ കുറവായിരിക്കും. P01 ഇൻറ്റു Chi1 അത് കുറവായിരിക്കും, ആ വാല്യൂവിനേക്കാളും കുറവാകും. P2 P2 ഈസ് ലെസ് ദാൻ P02 ഇൻറ്റു Chi2. P02 ഇൻറ്റു Chi2 എന്ന് പറയുന്നത് റോൾസ് ലോ പ്രെഡിക്റ്റ് ചെയ്യുന്ന വാല്യൂ ആണ്, അതിനേക്കാളും P2 എന്തായിരിക്കും? കുറവായിരിക്കും എന്നാണ് നെഗറ്റീവ് ഡീവിയേഷൻ്റെ കേസിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് നമുക്ക് എൻതാൽപ്പി ഓഫ് മിക്സിങ്ങിൻ്റെ കാര്യം പറയാം. എൻതാൽപ്പി ഓഫ് മിക്സിംഗ് ഈസ് ഓൾസോ ലെസ് ദാൻ 0, അല്ലേ? അത് നെഗറ്റീവ് ആയിരിക്കും. അതുപോലെ ഡെൽറ്റ വി മിക്സിംഗ് ഈസ് ഓൾസോ ലെസ് ദാൻ 0, അതും എന്തായിരിക്കും? നെഗറ്റീവ് വാല്യൂ ആയിരിക്കും നെഗറ്റീവ് ഡീവിയേഷൻ്റെ കേസിൽ വരുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. ഇനി നമുക്ക് ഗ്രാഫ് നോക്കാം. ഗ്രാഫിൽ എന്താണ്? ഗ്രാഫിൽ ഇതുപോലെ തന്നെ വൈ ആക്സിസിൽ വാപ്പർ പ്രഷറും എക്സ് ആക്സിസിൽ മോൾ ഫ്രാക്ഷനുമാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ റോൾസ് ലോയുടെ ഗ്രാഫ് അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഡോട്ടഡ് ലൈനായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്നാൽ ഇവിടെ റോൾസ് ലോ പ്രെഡിക്റ്റ് ചെയ്യുന്നതിനേക്കാളും വാല്യൂ കുറയുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഡോട്ടഡ് ലൈനിനേക്കാളും താഴേക്കാണ് വരിക. റോൾസ് ലോ പ്രെഡിക്റ്റ് ചെയ്യുന്ന വാല്യൂവിനേക്കാളും എന്ത് ചെയ്യുന്നു? ഗ്രാഫ് താഴേക്ക് വരുന്നു. നിങ്ങൾക്ക് P1 കാണാം, അവിടെ ഒരു ഡോട്ടഡ് ലൈനായിട്ട് കാണുന്നു. എന്നാൽ അതിനേക്കാളും വാല്യൂ എന്താണ്? കുറവാണ്. അത് കാണിക്കാൻ നിങ്ങൾക്ക് താഴെ ഒരു ലൈൻ കാണാൻ പറ്റും, അല്ലേ? താഴെ കൂടെയാണ് ഇവിടെ നെഗറ്റീവ് ഡീവിയേഷൻ്റെ ഗ്രാഫ് പോകുന്നത്, റോൾസ് ലോയുടെ വാല്യൂവിനേക്കാളും താഴെ കൂടെ. അപ്പോൾ P2 നോക്കൂ, P2വിൻ്റെ വാല്യൂ നിങ്ങൾക്ക് റോൾസ് ലോ പറയുന്ന വാല്യൂ നിങ്ങൾക്ക് അവിടെ ഡോട്ടഡ് ലൈനായിട്ട് കാണാൻ പറ്റും. എന്നാൽ അതിനേക്കാളും വാല്യൂ കുറവാണ് അവിടെ കാണുന്നത്. നിങ്ങൾക്ക് താഴെ ഒരു ലൈൻ, അതിൻ്റെ താഴെയായിട്ട് നിങ്ങൾക്കൊരു ലൈൻ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ P1ഉം P2ഉം ഇവിടെ എന്താണ്? റോൾസ് ലോ പ്രെഡിക്റ്റ് ചെയ്യുന്ന വാല്യൂവിനേക്കാളും കുറവാണ്, അതുകൊണ്ട് ഗ്രാഫ് താഴെ കൂടെയാണ് വന്നത്, അല്ലേ? ഇനി നമുക്ക് P ടോട്ടൽ നോക്കാം. P ടോട്ടലും അതുപോലെ തന്നെയാണ്. P ടോട്ടലിൻ്റെ വാല്യൂ നിങ്ങൾക്ക് റോൾസ് ലോ പ്രെഡിക്റ്റ് ചെയ്യുന്ന വാല്യൂ അവിടെ ഡോട്ടഡ് ആയിട്ട് കാണാൻ പറ്റും. അതിനേക്കാളും നെഗറ്റീവ് ഡീവിയേഷൻ P ടോട്ടലിൻ്റെ വാല്യൂ എന്താണ്? കുറവാണ്. അതിൻ്റെ താഴേക്കാണ് നമ്മുടെ ഗ്രാഫ് വരുന്നത്, ആണല്ലോ. ഓക്കെ അല്ലേ? അപ്പോൾ എന്താണ് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ഗ്രാഫ്, എന്താണ് നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ഗ്രാഫ് എന്ന് പഠിച്ചു. ഇനി നമുക്കിതൊരു എക്സാമ്പിളിലൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ നമ്മൾ പോസിറ്റീവ് ഡീവിയേഷൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു എ ബി ഇൻട്രാക്ഷൻ എന്തായിരിക്കും? വളരെ വീക്കായിരിക്കും. എ ബി ഇൻട്രാക്ഷൻ വളരെ വീക്കായി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? എ ബി മോളിക്യൂൾസ് പെട്ടെന്ന് വാപ്പറൈസ് ചെയ്യുന്നു. അപ്പോൾ വാപ്പർ പ്രഷർ എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു, അല്ലേ? വാപ്പർ പ്രഷർ റോൾസ് ലോ പ്രെഡിക്റ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതലായിരിക്കും എന്ന് പറഞ്ഞു. അവിടെ നിങ്ങൾക്ക് ഗ്രാഫിൽ നോക്കിയാൽ കാണാൻ പറ്റും, അല്ലേ? ഇത് റോൾസ് ലോയുടെ ഗ്രാഫ് ഇവിടെ കാണുന്ന ഡോട്ടഡ് ലൈനായിട്ട് അതിനേക്കാളും വാല്യൂ എന്താണ്? കൂടുതലാണ്, അല്ലേ? റോൾസ് ലോയുടെ ഗ്രാഫ് നിങ്ങൾക്ക് ഒരു ഡോട്ടഡ് ലൈനായിട്ട് കാണാം, അതിനേക്കാളും വാല്യൂ കൂടുതലാണ് വരുന്നത്. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഇവിടെ എത്തനോളും സൈക്ലോഹെക്സൈനും എടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ എത്തനോളും അസറ്റോണും വേണമെങ്കിൽ എടുക്കാൻ, രണ്ടും അതിനുള്ള എക്സാമ്പിളാണ്. അപ്പോൾ എത്തനോൾ മാത്രമാകുമ്പോൾ എത്തനോൾ മോളിക്യൂൾസ് സ്ട്രോങ് ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടായിരിക്കും. അതായത് എ ഇൻട്രാക്ഷൻ വളരെ സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ വാപ്പറൈസേഷൻ വളരെ കുറച്ചേ നടക്കുകയുള്ളൂ. എന്നാൽ അതിലേക്ക് സൈക്ലോഹെക്സൈൻ ആഡ് ചെയ്താൽ കുറച്ച് ഹൈഡ്രജൻ ബോണ്ടുകൾ ബ്രേക്ക് ചെയ്യുന്നു, അല്ലേ? അപ്പോൾ എ ബി ഇൻട്രാക്ഷൻ എന്ത് ചെയ്യുന്നു? ഇവിടെ വീക്കാകുന്നു. സൈക്ലോഹെക്സൈൻ ആഡ് ചെയ്തപ്പോഴാണ് ഇൻട്രാക്ഷൻ വീക്കായത്. അപ്പോൾ വാപ്പറൈസേഷൻ കൂടി, വാപ്പർ പ്രഷറും കൂടി. PB ഈസ് ഗ്രേറ്റർ ദാൻ എന്താണ്? P0B ഇൻറ്റു Chi-B, അല്ലേ? സൈക്ലോഹെക്സൈൻ അതിലേക്ക് ആഡ് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? വാപ്പർ പ്രഷർ റോൾസ് ലോ പ്രെഡിക്റ്റ് ചെയ്യുന്നതിനേക്കാളും കൂടി, അല്ലേ? ഇവിടെ എൻതാൽപ്പി ഓഫ് മിക്സിംഗ് എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 0 ആൻഡ് ഡെൽറ്റ വി മിക്സിംഗ് വിച്ച് ഈസ് ഓൾസോ ഗ്രേറ്റർ ദാൻ 0. ഇനി വേറെ എക്സാമ്പിൾസ് മെത്തനോൾ ആൻഡ് വാട്ടർ, അതുപോലെ കാർബൺ ടെട്രാ ക്ലോറൈഡ് ആൻഡ് ക്ലോറോഫോം. ഇത് രണ്ടും പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന
സൊല്യൂഷനുകൾക്ക് എക്സാമ്പിളാണ്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നത്. നമ്മൾ നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നത് പറഞ്ഞു, എ ബി ഇൻട്രാക്ഷൻ വളരെ സ്ട്രോങ് ആയിരിക്കും കമ്പയർ ടു എ ആൻഡ് ബി ഇൻട്രാക്ഷൻ, അല്ലേ? എ ബി ഇൻട്രാക്ഷൻ വളരെ സ്ട്രോങ് ആണെങ്കിൽ, അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക? എ ബി ഇൻട്രാക്ഷൻ വളരെ സ്ട്രോങ് ആവുമ്പോൾ വാപ്പറൈസേഷൻ വളരെ കുറച്ചേ നടക്കുകയുള്ളൂ. അപ്പോൾ വാപ്പർ പ്രഷറും വളരെ കുറവായിരിക്കും. കാരണം എ ബി ഇൻട്രാക്ഷന് സ്ട്രോങ് ആയതുകൊണ്ട് അതിനെ ബ്രേക്ക് ചെയ്യണം. നിങ്ങൾക്ക് ഗ്രാഫ് കാണാൻ പറ്റും. ഗ്രാഫിൽ നെഗറ്റീവ് ഡീവിയേഷൻ, അതായത് താഴേക്കാണ് പി ടോട്ടൽ വന്നിരിക്കുന്നത്, അല്ലേ? വളരെ കുറവാണ്. റോൾസ് ലോ പ്രെഡിക്റ്റ് ചെയ്യുന്ന വാല്യൂവിനേക്കാളും വാപ്പർ പ്രഷർ കുറവാണ്. അതാണ് നെഗറ്റീവ് ഡീവിയേഷൻ. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഇവിടെ അസറ്റോണും ക്ലോറോഫോമുമാണ് എടുത്തിരിക്കുന്നത്. അസറ്റോണും ക്ലോറോഫോമും തമ്മിൽ നല്ല സ്ട്രോങ് ഇൻ്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്, അല്ലേ? സ്ട്രോങ് ഇൻ്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ വാപ്പറൈസേഷൻ വളരെ കുറവാണ്. അപ്പോൾ വാപ്പർ പ്രഷറും എന്ത് ചെയ്യുന്നു? കുറയുന്നു, അല്ലേ? റോൾസ് ലോ പ്രെഡിക്റ്റ് ചെയ്യുന്നതിനേക്കാളും. എൻതാൽപ്പി ഓഫ് മിക്സിംഗ് നെഗറ്റീവാണ്, ഡെൽറ്റ വി മിക്സിങ്ങും നെഗറ്റീവാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് നെഗറ്റീവ് ഡീവിയേഷൻസിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.